ഇന്നലെ ഇങ്ങനെ നീളമുള്ള മേഘം കണ്ടപ്പോൾ ഞാൻ കൊച്ചൂസിൻ്റെ അടുത്ത് ബെറ്റടിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യുമെന്ന്. എന്തായാലും മഴ പെയ്തിട്ടാ. പണ്ട് ദൂരദർശനിൽ കണ്ട ഒരു പ്രോഗ്രാം വെച്ച് അങ്ങോട്ട് കാഴ്ച ചെയ്താണ്. സംഭവം സത്യമായിരുന്നു കേട്ടോ. മഴ പെയ്താൽ പിന്നെ ഇപ്പുറത്തെ പറമ്പൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. സ്വതവേ മടിയുള്ള ഞാൻ മഴ വന്നതോടുകൂടി മടി കൂടി. മഴ പെയ്യണപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പോതി, ഒരു പരിപ്പോടെ തിന്നാനായിട്ട്. അക്കൗണ്ടിലാണെങ്കിൽ പൈസ ഇല്ല, അത് എപ്പോഴും ദാരിദ്ര്യമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഇതേപോലെ അടുക്കളയിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ചില്ലറയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അതിനകത്ത് 60 രൂപയുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അച്ചൂസതേ മഴ കൊണ്ടിട്ടാണ് കേട്ടോ കടയിലേക്ക് പോണത്. പരിപ്പട വരാൻ കാത്തിക്കണ സമയവും കൊണ്ട് ഇവിടുത്തെ ഇളയ കുരിപ്പിന് നാളെ മാത്സ് എക്സാമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാ. പരിപ്പടയുടെ കൂടെ ബോണസായിട്ട് സുഖേനും എത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് സുഖേനും ഇഷ്ടമാണെന്ന് അച്ഛനറിയാം, അതാണ് കാര്യം. അങ്ങനെ മഴയും കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. മഴയുടെ ഗുമ്മിത്തിരി പോരാന്ന് വിചാരിച്ചുള്ളൂ. കുറച്ചേരം കഴിഞ്ഞാൽ പിടിവെട്ടും മഴയും. സാധാരണ ഇങ്ങനെ ഇറയത്തിരുന്നൊന്നും ചായ കുടിക്കാറില്ല. പിന്നെ മഴ വരുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിയിരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജഗതിയുടെ കോമഡിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അതൊരു നൊസ്റ്റാൾജിയാണല്ലേ. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഇവിടുന്ന് ഒരു എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി. എനിക്ക് മഴയും പരിപ്പോടും ജഗതിയുടെ കോമഡിയും മട്ടമ്പസ്. നിങ്ങൾക്കൊക്കെ എന്താണ്? ഓരോരുത്തർക്കും ഓരോ കോമ്പിനേഷൻ ഉണ്ടാവും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം കൊച്ചുവിനും പരീക്ഷ കഴിഞ്ഞ് ബോറടിച്ചിരിക്കണം അച്ചുവിനും. ഇതെന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം കിട്ടിയപ്പോൾ പിന്നെ നമ്മുടെ മനസ്സും അങ്ങോട്ട് തളിർത്ത്.